ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്കാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഇന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി നിങ്ങൾ മറക്കല്ലേ. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ആദ്യം നമുക്ക് ബേക്കിംഗ് ടിൻ ഒന്ന് റെഡിയാക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം റൗണ്ടിലും മുറിച്ച് വെച്ചിട്ടുള്ള ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഞാനിതിൻ്റെ സൈഡിലും കൂടി ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് ടിൻ ഇവിടെ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കണം. അതിനായിട്ട് ഒരു അരപ്പിയിലേക്ക് ഞാൻ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുവാണ്. ഈ ഒരു കപ്പ് 250 ml ആണ്. അടുത്തതായിട്ടൊരു 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ടതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന ബൗളും അതുപോലെ ബീറ്ററിൻ്റെ ബ്ലേഡ്സൊക്കെ നല്ല ഡ്രൈ ആയിരിക്കണം. വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവരുത്. അതുപോലെ വിസ്ക് വെച്ചിട്ടാണെങ്കിലും മിക്സിയുടെ ജാറിലാണെങ്കിലും നല്ല ഡ്രൈ ആയിട്ടിരിക്കാനൊന്ന് ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ മുട്ട നന്നായിട്ട് നമുക്ക് പതഞ്ഞ് കിട്ടത്തുള്ളൂ. ഇനി ബീറ്റർ വെച്ചിട്ട് ആദ്യം ലോ സ്പീഡിൽ മുട്ടയൊന്ന് പതഞ്ഞ് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഇവിടെ ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് പൊടിച്ചിട്ടുള്ള 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണ്. ഒന്നിച്ചല്ല, ഒരു 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. മുട്ടയും പഞ്ചസാരയും കൂടി നല്ല ഫ്ലഫി ആകുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയും പഞ്ചസാരയും ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ മണം മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഹൈ സ്പീഡിൽ നമുക്കൊരു 30 സെക്കൻഡ് ബീറ്റ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഈ ഒരു മിക്സിലേക്ക് ഞാൻ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുവാണ്. നിങ്ങൾക്ക് റിഫൈൻഡ് ആയിട്ടുള്ള ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. വെളിച്ചെണ്ണ മാത്രം കേക്കിലേക്ക് ഉപയോഗിക്കരുത്. അടുത്തതായിട്ട് ഒരു 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ലോ സ്പീഡിൽ പാലും എണ്ണയും മിക്സ് ആകാൻ വേണ്ടി മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2-3 തവണയായിട്ട് ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഓവർ മിക്സിങ് ചെയ്യാനായിട്ട് പാടില്ല. ഓവർ മിക്സ് ചെയ്താൽ നമ്മുടെ കേക്ക് ഹാർഡായി പോകും. അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത OTG ഓവനിൽ 35 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവൻ ഇല്ലാത്തവർക്ക് കുക്കറിലും സോസ് പാനിലും ബേക്ക് ചെയ്തെടുക്കാം. ഇനി എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് ടിന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. അങ്ങനെ കേക്ക് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഈ ഒരു കേക്ക് നമുക്ക് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കേക്ക് ഇവിടെ ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ക്രീം ബീറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ള ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡ്സും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ആദ്യം നമുക്ക് ഹൈ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഞാൻ ഈ ഒരു ക്രീമിലേക്ക് ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണ്. നിങ്ങൾ എടുക്കുന്ന ക്രീമിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാവും.
പഞ്ചസാര ചേർത്തിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുവാണ്. ക്രീം തിക്കാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. 50 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചൂടാക്കി വിപ്പിംഗ് ക്രീം ഒഴിച്ച് മെൽറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇനി ഈ ഒരു ചോക്ലേറ്റ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല സ്റ്റിഫ് പീക്സ് ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 10 ഇഞ്ചിൻ്റെ കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് ക്രീം ഒന്നാക്കി കൊടുക്കാം. ഇനി നമുക്ക് ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ നമുക്ക് ഷുഗർ സിറപ്പും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ ലെയറിൽ നമ്മുടെ ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീമും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. രണ്ടാമത്തെ ലെയറിന് മുകളിൽ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. രണ്ടാമത്തെ ലെയറിലും ക്രീം ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം ക്രീം വെച്ചിട്ട് കേക്ക് ഫുള്ളായിട്ട് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതുപോലത്തെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ ഒന്ന് വരച്ച് കൊടുക്കുവാണ്. അങ്ങനെ ഇവിടെ കേക്കിൻ്റെ സൈഡിൽ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്നും കൂടി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അങ്ങനെ കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്നും കൂടി ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാനായിട്ട് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് ഒന്ന് മാറ്റി വെക്കണം. കേക്ക് തണുത്ത് വരുന്ന സമയം കൊണ്ട് കേക്കിന് മുകളിൽ ഒഴിക്കാനുള്ള ചോക്ലേറ്റ് ഗനാഷ് നമുക്കൊന്ന് റെഡിയാക്കാം. ഡബിൾ ബോയിൽ മെത്തേഡിലാണ് ഞാനിവിടെ മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ടൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പാത്രത്തിന് മുകളിൽ ഹീറ്റ് പ്രൂഫായിട്ടൊരു ബൗൾ വെച്ചിട്ടുണ്ട്. ബൗളിലേക്ക് 3/4 കപ്പ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മെൽറ്റായി വരണം. ചോക്ലേറ്റ് കേക്കിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ഗ്ലേസിങ്ങും കൂടെ കിട്ടാൻ വേണ്ടി ഞാനൊരു 2 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുവാണ്. ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാനൊന്ന് അരിച്ചും കൂടി എടുക്കുവാണ്. ചോക്ലേറ്റ് മെൽറ്റാകാതെ എന്തെങ്കിലും തരികളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അരിച്ചും കൂടി എടുക്കണം. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് കേക്കിന് മുകളിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ട് പ്ലേറ്റിലേക്ക് ഒരു ചെറിയ സ്റ്റീലിൻ്റെ ബൗൾ വെച്ചിട്ടുണ്ട്. ആ ബൗളിന് മുകളിലാണ് കേക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കേക്കിന് മുകളിൽ ഗനാഷ് ഒഴിച്ച് കൊടുക്കാം. ഗനാഷ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ആ ചോക്ലേറ്റൊക്കെ പുറത്തേക്ക് പോകാതെ ആ പ്ലേറ്റിലേക്ക് ആയിക്കോളും. അതുകൊണ്ടാണ് പ്ലേറ്റ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ചോക്ലേറ്റ് ഒഴിച്ച് കൊടുത്തിട്ട് കേക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ചെറിയും ചോക്ലേറ്റ് സ്റ്റിക്കും വെച്ചിട്ടാണൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് കേക്കിന് മുകളിലേക്ക് കുറച്ച് ചെറി ഒന്ന് വെച്ച് കൊടുക്കാം. കേക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ സിമ്പിളായിട്ട് ഇതുപോലെ കുറച്ച് ചെറിയും ഒരു ചോക്ലേറ്റിൻ്റെ സ്റ്റിക്കും വെച്ച് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെറി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെ സ്റ്റിക്കും കൂടി ഒന്ന് വെച്ച് കൊടുക്കുവാണ്. ഇനി കേക്ക് ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത്. അതോടൊപ്പം നമ്മുടെ പ്രീവിയസ് വീഡിയോസും കൂടി കാണാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പായ മന്ന കിച്ചണിൽ എല്ലാവരും ജോയിൻ ചെയ്യാനും മന്ന ഹോം മെയ്ഡ് കേക്ക്സ് എന്ന ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും കൂടി മറക്കല്ലേ. വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.